വാൽപ്പാറ എന്ന് പേര് കേൾക്കുമ്പോൾ കോടമഞ്ഞും പച്ചപ്പണിഞ്ഞ തേയിലത്തോട്ടങ്ങളും കുളിരുള്ള കാറ്റും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തും. നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ നേടാൻ പ്രകൃതി ഒരുക്കിയ ഒരു സ്വർഗമാണ് ഈ പ്രദേശം. എന്നാൽ ഈ സ്വർഗത്തിലേക്കും തിരിച്ചുമുള്ള യാത്ര അത്ര സുഗമമല്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്ക് സമീപമുള്ള ആളിയാറിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള ചുരം റോഡ് 60 കിലോമീറ്ററോളം നീളുന്ന ഈ പാതയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് 40 ഹെയർപിൻ വളവുകളാണ്. ഇരുചക്ര വാഹനങ്ങളിലെ സാഹസിക യാത്രക്കാർക്കും ഡ്രൈവിംഗ് ആവേശമായി കാണുന്നവർക്കും ഈ ചുരം നൽകുന്ന ആവേശം ഒട്ടും ചെറുതല്ല. എന്നാൽ അഴകിൻ്റെ വിരിമാറിൽ മരണം പതിയിരിക്കുന്ന ഒരു കൊടും ചുരമാണിതെന്ന യാഥാർത്ഥ്യം പലപ്പോഴും സഞ്ചാരികൾ മറന്നുപോകുന്നു. നിമിഷ നേരത്തെ അശ്രദ്ധയോ വാഹനത്തിൻ്റെ ചെറിയൊരു സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ റോഡിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയോ മതിയാകും ഒരു ഉല്ലാസയാത്രയെ വലിയൊരു ദുരന്തമാക്കി മാറ്റാൻ. മലപ്പുറം പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്ര പോയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനെടുത്ത സമീപകാലത്തെ ദാരുണമായ ഈ അപകടം ഇത്തരമൊരു യാഥാർത്ഥ്യത്തിലേക്കുള്ള കണ്ണു തുറപ്പിക്കലാണ്. കേരളത്തിൽ നിന്നും അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വഴിയുള്ള വനപാതയിലൂടെയാണ് പലരും വാൽപ്പാറയിലേക്ക് പ്രവേശിക്കുന്നത്. ആനയും പുലിയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ ഈ പാതയിലൂടെയുള്ള യാത്ര തന്നെ ഒരു വേറിട്ട അനുഭവമാണ്. പലരും അതിരപ്പള്ളിയിലും മലക്കപ്പാറയിലും വാഹനം നിർത്തി ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഇത്തരം നിമിഷങ്ങളിൽ യാത്രയുടെ ആവേശം അതിൻ്റെ കൊടുമുടിയിലായിരിക്കും. എന്നാൽ വാൽപ്പാറ ടൗണും പിന്നിട്ട് ആളിയാർ ലക്ഷ്യമാക്കി താഴേക്ക് ചുരമിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഡ്രൈവിങ്ങിലെ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത്. ജനവാസ മേഖലകൾ അവസാനിക്കുകയും ചെങ്കുത്തായ ഇറക്കങ്ങളും വളവുകളും ആരംഭിക്കുകയും ചെയ്യുന്നതോടെ റോഡിൻ്റെ സ്വഭാവം പൂർണ്ണമായും മാറും. കുത്തനെയുള്ള ഈ ഇറക്കങ്ങളിൽ വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുക എന്നത് വലിയൊരു കടമ കൂടിയാണ്. സാധാരണ നിരത്തുകളിൽ വാഹനം ഓടിക്കുന്നത് പോലെ ബ്രേക്ക് പെഡലുകളെ മാത്രം ആശ്രയിച്ച് ഈ ചുരം ഇറങ്ങാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരവും. തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് തിളയ്ക്കുകയും തൽഫലമായി ബ്രേക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതിനാലാണ് പൂർണ്ണമായും സെക്കൻഡ് ഗിയറിൽ മാത്രം വാഹനം നിയന്ത്രിച്ച് എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ സഹായത്തോടെ താഴേക്ക് ഇറങ്ങണം എന്ന് വിദഗ്ധർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. 40 ഹെയർപിൻ വളവുകൾ ഉൾപ്പെട്ട ഈ യാത്രയിൽ ഏറ്റവും അപകടം പിടിച്ച മേഖല ആരംഭിക്കുന്നത് 13ാം വളവിലാണ്. ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് കൂറ്റൻ പാറക്കെട്ടുകളുമുള്ള ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. 13ാം വളവിൽ വാഹനം നിർത്തി താഴേക്ക് നോക്കിയാൽ ദൂരെ ആളിയാർ അണക്കെട്ടിൻ്റെ നീല ജലാശയം പച്ചപ്പിന് നടുവിലായി ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ കാണാൻ സാധിക്കും. ഈ മനോഹരമായ കാഴ്ചയാണ് പലപ്പോഴും സഞ്ചാരികളെ ഇവിടെ വണ്ടി നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. ഇതിനു പുറമെ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ ഈ പ്രദേശത്ത് വളരെ അടുത്തായി കാണാൻ സാധിക്കാറുണ്ട്. പാറക്കെട്ടുകളിലൂടെ അനായാസം ചാടി നടക്കുന്ന വരയാടുകളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനും സെൽഫി പകർത്താനും ആളുകൾ വാഹനം റോഡരികിൽ നിർത്തിയിടുന്നത് പതിവാണ്. എന്നാൽ അപകടങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ഈ 13ാം വളവിനെ കാത്തിരിപ്പുണ്ട് എന്നതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഇവിടെ വാഹനങ്ങൾ നിർത്തി കാഴ്ചകൾ കാണരുത് എന്ന് അധികൃതർ വലിയ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് മുഖവിലേക്കെടുക്കാതെ ഭൂരിഭാഗം പേരും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം. ദുരന്തങ്ങളുടെ പ്രധാന കാരണമായും പറയപ്പെടുന്നത് ഇതാണ്. ഒരു ഹെയർപിൻ വളവ് എന്നത് വാഹനങ്ങൾക്ക് തിരിയാൻ വളരെ കുറഞ്ഞ സ്ഥലം മാത്രം ലഭ്യമാകുന്ന ഒരു ഭൂപ്രകൃതിയാണ്. കാഴ്ചകൾ കാണാനായി അലക്ഷ്യമായി ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ മുകളിലേക്ക് കയറി വരുന്നതോ താഴേക്ക് ഇറങ്ങിപ്പോകുന്നതുമായ മറ്റു വാഹനങ്ങൾക്ക് സുഗമമായി വളവ് തിരിയാൻ സാധിക്കാതെ വരുന്നു. വലിയ വാഹനങ്ങളാണെങ്കിൽ ഒന്നിലധികം തവണ പിന്നോട്ടെടുത്ത് മാത്രമേ ഇത്തരം വളവുകൾ കടക്കാൻ സാധിക്കുകയുള്ളൂ. എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ ദൂരത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതിനായി അധികൃതർ ഇവിടെ വലിയ കോൺവെക്സ് കണ്ണാടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കാഴ്ചകളിൽ മയങ്ങി റോഡിലൂടെ നടക്കുന്ന സഞ്ചാരികളും ഇടുങ്ങിയ റോഡരികിലെ പാർക്കിങ്ങും ചേർന്ന് ഈ പ്രദേശത്തെ എപ്പോഴും അപകട മുനമ്പിൽ നിർത്തും. പാങ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട വാഹനാപകടം നടന്നതും ഇതേ 13ാം വളവിൻ്റെ പരിസരത്താണ് എന്നത് ഈ റോഡിൻ്റെ വഞ്ചനാത്മകമായ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്നു. അതിമനോഹരമായ കാഴ്ചകൾ കാണിച്ച് സഞ്ചാരികളെ ആകർഷിക്കുകയും എന്നാൽ ചെറിയൊരു പിഴവ് കൊണ്ട് പോലും ജീവനെടുക്കുകയും ചെയ്യുന്ന
പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായി ഈ 13ാം വളവ് മാറിയിരിക്കുന്നു. ഈ അപകടങ്ങൾക്ക് പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആധുനിക കാലത്തെ വിനോദയാത്രകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാനുള്ള ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായി മാറിയിരിക്കുന്നു. സുരക്ഷയേക്കാൾ ഉപരി മികച്ചൊരു ഫ്രെയിം ലഭിക്കുന്നതിനാണ് പലരും മുൻഗണന നൽകുക. കൊക്കയുടെ അരികിലെ അപകടകരമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതും മറ്റും ഇതിൻ്റെ ഭാഗമാണ്. കൂടാതെ വിനോദയാത്രകൾ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയും ഇത്തരം ദുരന്തങ്ങളിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദീർഘദൂര യാത്രകൾക്കൊടുവിൽ ഉറക്കമൊഴിച്ച് വണ്ടിയോടിക്കുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധ ഒരു നിമിഷത്തേക്കെങ്കിലും പാളിപ്പോകാൻ സാധ്യതയുണ്ട്. സമുദ്രപ്രദേശങ്ങളിൽ വാഹനമോടിച്ച് പരിചയമുള്ള പലർക്കും ഇത്തരം ചെങ്കുത്തായ ചുരം റോഡുകളിൽ സ്വീകരിക്കേണ്ട ഡ്രൈവിംഗ് രീതികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവാറില്ല. പുതിയ തലമുറയിലെ ഡ്രൈവർമാർ പലപ്പോഴും വാഹനത്തിൻ്റെ ശേഷിയിൽ അമിതമായി വിശ്വസിക്കുകയും പ്രകൃതിയുടെ വെല്ലുവിളികളെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇത്തരം അമിത ആത്മവിശ്വാസമാണ് പലപ്പോഴും കൊക്കകളിലേക്ക് വാഹനങ്ങൾ മറിയുന്നതിലേക്ക് നയിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ മേഖലയിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പകൽ വെളിച്ചത്തിൽ പോലും ഡ്രൈവിംഗ് ദുഷ്കരമായ ഈ പാതയിൽ രാത്രിയിലെ യാത്ര അതീവ അപകടകരമാണ്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മാത്രമല്ല ഇതിനു കാരണം. കോടമഞ്ഞിറങ്ങുന്ന സമയങ്ങളിൽ റോഡും കൊക്കയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കാഴ്ച മറയ്ക്കപ്പെടും. പലയിടങ്ങളിലും മതിയായ സുരക്ഷാ ഭിത്തികളോ ക്രാഷ് ബാരിയറുകളോ ഇല്ലാത്തത് അപകടത്തിൻ്റെ ആക്കം കൂട്ടുന്നു. നിലവിലുള്ള കോൺക്രീറ്റ് ഭിത്തികൾക്ക് അമിത വേഗതയിൽ വരുന്ന ഒരു വലിയ വാഹനത്തെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുമില്ല. അതിനാൽ തന്നെ ഡ്രൈവറുടെ ജാഗ്രത മാത്രമാണ് ഇവിടെ ആകെയുള്ള സുരക്ഷാ കവചം. വനംവകുപ്പും മോട്ടോർ വാഹന വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നത് മാത്രമാണ് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏക പോംവഴി. കാഴ്ചകൾ കാണാനായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള വ്യൂ പോയിന്റുകളിൽ മാത്രം വാഹനം നിർത്തുക. ഇറക്കങ്ങളിൽ എൻജിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുക. മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മതിയായ സ്ഥലം നൽകുക തുടങ്ങിയ അടിസ്ഥാനപരമായ നിയമങ്ങൾ പാലിക്കാൻ ഓരോ യാത്രക്കാരനും തയ്യാറാകേണ്ടതുണ്ട്. യാത്രകൾ എപ്പോഴും സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരിക്കണം. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനൊപ്പം ആ പ്രകൃതിയുടെ വന്യതയെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. വാൽപ്പാറ, ആളിയാർ ചുരം പോലെയുള്ള പാതകൾ മനുഷ്യരുടെ സാങ്കേതികവിദ്യയും പ്രകൃതിയുടെ ദുർഘടമായ ഭൂപ്രകൃതിയും തമ്മിലുള്ള നിരന്തരമായ ഒരു പോരാട്ടവേദിയാണ്. അവിടെ വിജയം എപ്പോഴും പ്രകൃതിക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പോരാളിയെ പോലെയല്ല, മറിച്ച് പ്രകൃതിയെ അറിഞ്ഞ് അനുസരിക്കുന്ന ഒരു യാത്രികനായി വേണം ഇത്തരം ചുരങ്ങൾ കയറാനും ഇറങ്ങാനും. പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഓർമ്മകൾ നമുക്കൊരു മുന്നറിയിപ്പാകണം. നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം വെക്കാൻ മറ്റൊന്നിനുമാവില്ല. ഓരോ വളവിലും ഓരോ ഇറക്കത്തിലും നമ്മുടെ ജീവൻ്റെ വിലയെക്കുറിച്ച് ബോധവാന്മാരാവുക. സുരക്ഷിതമായി പോയി സുരക്ഷിതമായി തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് ഒരു യാത്ര പൂർണ്ണമാകുന്നത്. കണ്ണാടി പോലെ തിളങ്ങുന്ന ആളിയാർ അണക്കെട്ടിൻ്റെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെടുമ്പോൾ ആ സൗന്ദര്യത്തിന് പിന്നിൽ പതിയിരിക്കുന്ന ആഴമുള്ള അപകടങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുക. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വ്യക്തിയുടെ കൈകളിലാണ് ഒരു കൂട്ടം ആളുകളുടെ ജീവനും അവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷകളും എന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടെ വാഹനം ഓടിക്കുക. എങ്കിൽ മാത്രമേ ഇത്തരം ദുരന്ത വാർത്തകൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.